വീടില്ലാതെ വിഷമിക്കുന്ന, വീടുപണി പാതിവഴിയിൽ നിന്നുപോയ, ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായില്ലാതെ സങ്കടത്തോടെ കഴിയുന്ന, ദുആ ചെയ്തുകൊണ്ട് പൊട്ടിക്കരയുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. അവർക്ക് സ്വന്തമായി വീടുണ്ടാകാൻ, വീട് പണി വേഗം പൂർത്തീകരിക്കാൻ അൽഹംദുലില്ലാഹ് ഉതകുന്ന ഒരു അത്ഭുതകരമായ ഒരു അമലിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. ബദർ തീരത്തിലെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യം ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നത് ശുഭലക്ഷണമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 കാര്യങ്ങൾ. അതിൽ ഒന്നാമതായി മുത്തനബി തങ്ങൾ പറഞ്ഞത്, സമാധാനത്തോടെയുള്ളൊരു വീട് ഒരു മനുഷ്യനുണ്ടാവും. ഒരു കയറിക്കിടക്കാടം, അത് ചെറ്റപ്പുരയാകട്ടെ. 2 നില വീട് വേണമെന്നോ AC ഉള്ള വീടുണ്ടാകണമെന്നോ അങ്ങനൊന്നുമില്ല. ചോർന്നൊലിക്കാതെ കയറിക്കിടക്കാൻ ഒരു വീടുണ്ടോ, അതൊരു വലിയ ഉപലക്ഷണമായി അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയ 4 കാര്യങ്ങളിൽ ഒരു കാര്യമാണ്. അപ്പൊ വീട് ഒരു മനുഷ്യന് അത്ഭുതകരമായ, അല്ലെങ്കിൽ അവൻ അത്യന്താപേക്ഷിതമായ, ഏറ്റവും ഉപകാരപ്രദമായ, ആവശ്യമായ ഒരു കാര്യമാണ് വീട് എന്നുള്ളത്. അള്ളാഹു വീടില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളാണ്. അള്ളാഹു എത്രയും വേഗം ഒരു വീട് അള്ളാഹു എല്ലാവർക്കും അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഏറ്റവും വലിയ സങ്കടം, പല ആളുകളും വീട് പണി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ പൂർത്തിയാകുന്നില്ല. വർഷങ്ങളായി വീട് പണിയാണ്, തീരുന്നില്ല. സാമ്പത്തികം കൊണ്ട് പക്ഷെ തീരുന്നില്ല. എന്തൊക്കെ തടസ്സങ്ങൾ. അങ്ങനെ വീട് പണി പാതി വഴിയിൽ നിന്നുപോയവർ, അതുപോലെ 1 സെന്റ് ഭൂമി പോലും സ്വന്തമായിട്ടില്ല, അതിനുവേണ്ടി കുറെ ഓടിമടക്കുന്ന ആളുകൾ, അതിനൊരു മാർഗ്ഗമില്ല. സ്വന്തമായൊരു വീടുണ്ട്, അതൊന്ന് വിറ്റ് കിട്ടണം, വിറ്റിട്ട് മറ്റൊരു വീട് വാങ്ങണം. അങ്ങനെ വിൽക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല, വസ്തു വിൽക്കുന്നില്ല, അങ്ങനെ സങ്കടപ്പെടുന്നവർ, അതുപോലെ വാടകയ്ക്ക് കിടക്കുന്നവർ, അങ്ങനെ തുടങ്ങി വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് സങ്കടങ്ങളും നൊമ്പരങ്ങളും വേദനകളുമായി കഴിയുന്നവരാണ് നമ്മൾ. എന്നാൽ ആ വേദനകളെല്ലാം മറക്കാൻ, വീടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ മാറ്റാൻ കഴിയുന്ന അത്ഭുതകരമായ ദിക്റിനെ പറ്റിയാണ്, ചില നാമങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിനെ കുറിച്ച് പറയുമ്പോഴൊക്കെയും അവിടെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അള്ളാഹു കൊട്ടാരം തരും എന്നൊക്കെയാണ് പറയുക. പരിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയങ്ങൾ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ അള്ളാഹു ആ സ്വർഗ്ഗത്തിൽ അള്ളാഹു നല്ല താമസിക്കാൻ കഴിയുന്ന കൊട്ടാര സമാനമായ ഭവനം അള്ളാഹു നമുക്ക് തരുമെന്ന് പറയുന്നതായി കാണാം. അപ്പൊ ഭവനം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഒരു മുഖ്യമായ ഘടകമാണ്, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. എന്നാൽ ആ വീടുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറാൻ, വീടൊന്ന് വാങ്ങാൻ, വീടൊന്ന് വിൽക്കാൻ, പണികളൊന്ന് പൂർത്തീകരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? അള്ളാഹുവിന്റെ നാമങ്ങളാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന്റെ നാമങ്ങൾ അത്ഭുതങ്ങളാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം നമുക്ക് പറയാനുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ചില നാമങ്ങൾ ചില സമയങ്ങളിൽ, ഞാൻ ഈ പറയാൻ പോകുന്ന സമയങ്ങളിൽ ഈ പറയുന്ന എണ്ണം നിങ്ങൾ പൂർത്തീകരിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു മാറ്റിത്തരുമെന്ന് മഹാരഥന്മാർ അവരുടെ അനുഭവങ്ങളിലൂടെ മുജറബായ അമലായി രേഖപ്പെടുത്തിയ വസ്തുതയാണ്, അറിവാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒന്നാമത് നാം ശ്രദ്ധിക്കാനുള്ളത്, ആദ്യമായി നാം ചെയ്യാനുള്ളത്, സുബഹി നമസ്കാരം കഴിയുമ്പോൾ 114 തവണ എണ്ണം നമ്മൾ കൃത്യമായിരിക്കണം. തസ്ബീഹ് മാലയോ വിരലിലോ നമ്മൾ എണ്ണം പിടിക്കുക, കൗണ്ടറിലോ നമ്മൾ എണ്ണം ചെയ്യുക. 114 തവണ യാ ജാമിഉ യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ് എന്ന് 114 തവണ. യാ ജാമിഉ യാ അല്ലാഹ്, അല്ലാഹുവേ നീയാണ് സർവ്വതിനെയും ഒരുമിച്ച് കൂട്ടുന്നവൻ. വീടായാലും സമ്പത്തായാലും അതിനുള്ള വഴികളാണെങ്കിലും ഒക്കെ ഒരുമിച്ച് കൂട്ടുന്ന നീയാണ് അല്ലാഹ്. നീയാണ് പല സ്ഥലങ്ങളിൽ കിടക്കുന്ന കാരണങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുവകകളും നീയാണ് ഞങ്ങളെ കടുപ്പിച്ചു തരുന്നത്, ഒരുമിച്ച് കൂട്ടുന്നവൻ നീയാണ്. അതുകൊണ്ട് പടച്ചവനെ, സുബഹി നിസ്കാരം കഴിയുമ്പോ യാ ജാമിഉ യാ അല്ലാഹ്, 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 യാ ജാമിഉ യാ അല്ലാഹ്.
7 തവണ ചൊല്ലിയപ്പോൾ തന്നെ നിസ്സാര സെക്കൻഡുകൾ മതി. അപ്പൊ 114 തവണ ചൊല്ല, അധിക സമയം വേണ്ട. അപ്പൊ സുബൈ നിസ്കാരം കഴിഞ്ഞു. സുബൈ നിസ്കാരം കഴിഞ്ഞ് സാധാരണ ചൊല്ലുന്ന ദുആയൊക്കെ നമ്മൾ കഴിഞ്ഞു. സാധാരണ ചില ആളുകൾ ദിക്റുകൾ ചൊല്ലാറുണ്ട്. അവർക്ക് ചെല്ലാനുള്ള ഔറാദുകൾ ഉണ്ടാകും, ദിക്റുകൾ, സൂറത്തുകൾ, ആയത്തുകളൊക്കെ ഉണ്ടാകും. അതെല്ലാം ഓതിക്കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഉമ്മ നിങ്ങളെ നിസ്കാരപ്പായിൽ, വാപ്പ നിങ്ങളുടെ പള്ളിയിലെ മുസല്ലയിൽ തന്നെ ഇരുന്നു കൊണ്ട് എവിടെയാണോ നിസ്കരിക്കുക അവിടെ ഇരുന്നു കൊണ്ട് ചൊല്ല് ഒരു 114 തവണ യാ ജാമിഉ യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ്. ഇത് നിങ്ങൾ ചൊല്ലണം. തീർന്നില്ല. ഇനി അള്ളാഹുവിന്റെ നാമങ്ങൾപ്പെട്ട മറ്റൊരു നാമമാണ് യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്. അല്ലാഹുവേ, തുറക്കുന്നവൻ, തുറന്നിടുന്നവൻ, എല്ലാ തടസ്സങ്ങളെയും മാറ്റി വിജയത്തിന്റെ കവാടങ്ങൾ തുറന്നിടുന്നവൻ നീയാണ് റബ്ബേ. നീയാണ് ഫത്ഹ നൽകുന്നവൻ, വിജയിക്കുന്നവൻ, വിജയം തരുന്നവൻ, തുറന്നിടുന്നവൻ എന്നർത്ഥം വരുന്ന യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് 71 തവണ, 71 തവണ ഇത് ചൊല്ലുക. ഏത് കഴിഞ്ഞിട്ട് യാ ജാമിഉ യാ അല്ലാഹ് 114 തവണ നമ്മൾ ചൊല്ലി. രണ്ടാമത് നമ്മൾ ചൊല്ലാനുള്ളത് യാ ഫത്താഹു യാ അല്ലാഹ് 71 തവണ. ഉസ്താദേ, ഇത്രയൊക്കെ ചില ഉമ്മമാരെ അധിക സമയം ഒന്നും വേണ്ട. ഇത് എല്ലാം കൂടി ചൊല്ലാൻ വേണ്ടി 10 മിനിറ്റ് പോലും വേണ്ടി വരൂല. ദിക്റിങ്ങനെ നമുക്ക് ഹൃദയത്തിൽ വെറുതെ അങ്ങ് പറഞ്ഞു പോരുത്, കൽബിൽ തട്ടി നമ്മൾ പറയണം. യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്. നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അല്ലാഹു ഫത്ഹ് നൽകുന്ന, വിജയം തരുന്ന, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും എന്തൊക്കെ തടസ്സമുണ്ടോ, എന്ത് തടസ്സം ഉണ്ടെങ്കിലും യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റിത്തരുമെന്ന് മഹാരഥന്മാർ. അപ്പൊ എന്തൊക്കെയായി? ഒന്ന് യാ ജാമിഉ യാ അല്ലാഹ് എത്ര തവണ? 114 തവണ. രണ്ടാമത് അത് കഴിഞ്ഞിട്ട് യാ ഫത്താഹു യാ അല്ലാഹ് എത്ര തവണ? 71. എഴുതി വെക്കണം, 71 തവണ. പേപ്പറിൽ യാ ജാമിഉ യാ അല്ലാഹ് 114, യാ ഫത്താഹു യാ അല്ലാഹ് 71 തവണ. മൂന്നാമത് നമ്മൾ ചൊല്ലാനുള്ളത് യാ മാലിക്കൽ മുൽക്ക്, യാ മാലിക്കൽ മുൽക്ക്, യാ മാലിക്കൽ മുൽക്ക്, യാ മാലിക്കൽ മുൽക്ക് എന്ന് നമ്മൾ ചൊല്ലണം. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ 71 തവണ വലതു കൈ നമ്മുടെ നെഞ്ചിൽ വെക്കുക. നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ കൈവച്ച് വേണം 71 തവണ എന്ത് പറയാം? യാ ഫത്താഹു യാ അല്ലാഹ് പറയാൻ. പ്രത്യേകം നമ്മൾ ഉണർത്തുക, മറന്നു പോകരുത്. യാ ജാമിഉ യാ അല്ലാഹ് പറയുമ്പോൾ നമ്മളിങ്ങനെ ദിക്ർ, ആ നാമം മാത്രം ഇങ്ങനെ പറഞ്ഞു പോവുക, ആ ഇസ്മ മാത്രം പറയുക. യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ വലതു കൈ നമ്മുടെ നെഞ്ചിലേക്ക് വെച്ചിട്ട് വേണം പറയാൻ. 71 തവണ യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് നമ്മൾ പറയുക. മൂന്നാമത് യാ മാലിക്കൽ മുൽക്ക് എത്ര തവണ? 212 തവണ. ഇതൊക്കെ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ടാണ്. സുബൈ നിസ്കാരം കഴിഞ്ഞിട്ടാണ്. അപ്പൊ നിസ്കാരപ്പായി തന്നെ ഇരുന്ന് ചൊല്ലാൻ കഴിയണമെന്നില്ല, ചില അടുക്കളയിൽ കയറേണ്ടി വരും. അപ്പൊ നിങ്ങൾ ചൊല്ലിയാൽ മതി. സുബൈ കഴിഞ്ഞു ചൊല്ലണം, സമയം മാത്രമേ പറയുന്നുള്ളൂ, ഇന്ന സ്ഥലത്താകണമെന്നില്ല. അപ്പൊ സുബൈ നിസ്കാരം കഴിഞ്ഞു, നമ്മൾ ഓതാനുള്ള ഓതി അടുക്കളയിലേക്ക് കയറുവാണ്. നമ്മുടെ കയ്യിൽ തസ്ബീഹ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ഉണ്ട്. അപ്പൊ നമ്മൾ നാവ് കൊണ്ട് ഇങ്ങനെ കൽബും നാവും കൊണ്ട് നമ്മളിങ്ങനെ പറയാണ്. അത് മതി. പ്രത്യേകം നമ്മൾ പരിഗണിക്കാം. അപ്പൊ എത്രയായി? യാ മാലിക്കൽ മുൽക്ക് എത്ര തവണ? 212 തവണ. യാ മാലിക്കൽ മുൽക്ക്, യാ മാലിക്കൽ മുൽക്ക്. അല്ലാഹുവേ, നീയാണ് സർവാധിപതി, നീയാണ് എല്ലാറ്റിനും കഴിവുള്ളവനല്ലാ, നീയാണ് രാജാധികാരനല്ലാ എന്നർത്ഥം വരുന്ന യാ മാലിക്കൽ മുൽക്ക്, യാ മാലിക്കൽ മുൽക്ക്. അല്ലാഹുവാണ് എല്ലാറ്റിനും മുകളിലായവൻ, ഭരണാധികാരി അവനാ. അതിങ്ങനെ 212 തവണ. അപ്പൊ എത്ര, ഏതൊക്കെ ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ്? കൂടെ ഒന്ന് പറഞ്ഞേ. യാ ജാമിഉ യാ അല്ലാഹ് എത്ര തവണ? 114. യാ ഫത്താഹു യാ അല്ലാഹ് വലത് കൈ നമ്മുടെ നെഞ്ചിൽ കൈവച്ച് 71 തവണ. യാ മാലിക്കൽ മുൽക്ക് 212 തവണ. സുബൈ നിസ്കാരം കഴിഞ്ഞ് 3 എണ്ണമായി. ഇത് 3 എണ്ണം മതി. ഇനി നാലാമതൊരു കാര്യം കൂടി ചെയ്യണം. നാലാമത്തത് വെള്ളിയാഴ്ച ജുമഅ നമസ്കാരം കഴിഞ്ഞ്, ഉമ്മമാരെ നിങ്ങൾ ളുഹർ നിസ്കാരം കഴിഞ്ഞ്, ഉപ്പമാരെ സഹോദരങ്ങൾ നിങ്ങൾ ജുമഅ നിസ്കാരം കഴിഞ്ഞ്
നിങ്ങളുടെ വീടിന്റെ പ്രശ്നം മാറാൻ. യാ അല്ലാഹ് 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 യാ അല്ലാഹ്. എത്ര പറയും? 100 തവണ. ജുമാ നിസ്കാരം കഴിഞ്ഞ് 100 തവണ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ളുഹർ നിസ്കാരം കഴിഞ്ഞ് ജുമാ നിസ്കാരം കഴിഞ്ഞ് 100 തവണ. യാ അല്ലാഹ് യാ അല്ലാഹ്. പടച്ചവനെ, നീയാണ് എല്ലാ ബുദ്ധിമുട്ടുകളും, നീയാണ് എല്ലാ ഇടങ്ങേറുകളും ഒക്കെ നൽകുന്നവൻ, നീയാണ്. ഞങ്ങൾക്കറിയാം, പക്ഷെ നീ ഞങ്ങൾക്ക് സമാധാനം തരണം. നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പടച്ചവനെ. ഈ 4 ഇസ്മുകൾ ഈ പറയുന്ന സമയത്ത് ഏതൊക്കെയാണ്? യാ ജാമിഉ യാ അല്ലാഹ് എപ്പോഴാ? സുബഹി നിസ്കാരം കഴിഞ്ഞ് എത്ര തവണ? 114. യാ ഫത്താഹു യാ അല്ലാഹ് നെഞ്ചിൽ കൈവച്ച് 71 തവണ ചൊല്ലിൻ സുബഹി നിസ്കാരം കഴിഞ്ഞ്. അതുപോലെ യാ മാലിക്കൽ മുൽക്ക് 212 തവണ ചൊല്ലിൻ ഇൻഷാ അല്ലാഹ്. അതോട് സുബഹി നിസ്കാരം കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞു. എന്നിട്ട് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് യാ അല്ലാഹ് യാ അല്ലാഹ് 100 വട്ടം. ഇത് എത്ര ദിവസം ചൊല്ലണം ഉസ്താദെ എന്ന അടുത്ത ചോദ്യം. ഒരു ദിവസം മതിയോ? ഒരു ദിവസം മതിയോ ഉസ്താദെ? പോരാ. 2 ദിവസം പോരാ. നമ്മൾ ഇങ്ങനെ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ കൽബ് അതിലേക്ക് ലയിക്കുന്നത് വരെ അല്ലാഹു ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ റിസൾട്ട് കാണുമെന്ന് മഹാരഥന്മാർ. പക്ഷെ നമ്മളൊക്കെ ഈമാൻ കുറഞ്ഞവരാണ്. നമ്മൾ എത്ര ആത്മാർത്ഥത ചൊല്ലുവോ അത്രയും നേരത്തെ നമുക്ക് ഫലം കിട്ടുമെന്നാണ്. ഇതിങ്ങനെ ആവർത്തിക്കാനാ പറഞ്ഞേക്കണത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിൻ. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങളും അല്ലാഹ് പരിഹരിച്ചു തരും. നീ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും. അസ്മാഉൽ ഹുസ്ന എന്തിനു വേണ്ടിയാണോ ചൊല്ലുക അതിന് നേട്ടമുണ്ടെന്നില്ലേ? ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന മഹത്വം നമ്മൾ പറയുന്നുണ്ട്. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഒരു വീട് നമുക്ക് വലിയ സന്തോഷമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഏറ്റവും നല്ല വീട് എന്താ? ഏറ്റവും നല്ല വീട് ഏതാ? ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറുമ്പോൾ അവന്റെ മാനസിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, നൊമ്പരങ്ങൾ, ആവലാദികൾ, വേവലാദികൾ, വ്യഥകളെല്ലാം മാറുന്നുണ്ടോ ആ വീട് സമാധാനമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ വീട്ടിൽ സമാധാനമുണ്ട്. ഇതെന്താ പ്രശ്നം? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ കയറൂല. എന്തേ കാരണം? വീട്ടിൽ സമാധാനമില്ല. അള്ളാഹു നമ്മുടെ വീടുകൾക്ക് സമാധാന അന്തരീക്ഷമുള്ള വീടുകളൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, വീട് അതൊരു വലിയ സ്വപ്നമാണ്. വലിയ സ്വപ്നമാണ്. സ്വഹാബാക്കൾക്ക് പോലും വലിയ സ്വപ്നമായിരുന്നു വീട് എന്നുള്ളത്. വീട് വലിയ അനുഗ്രഹമാണ്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ അള്ളാഹുവിന്റെ സമാധാനത്തോടെയുള്ള വീടുണ്ടല്ലോ, ആ വീടൊരു മനുഷ്യ ലഭിക്കുകയാണെങ്കിൽ 4 കാര്യങ്ങൾ ഒന്നാമത് അള്ളാഹു റസൂൽ എണ്ണിയത് സമാധാന അന്തരീക്ഷമുള്ള വീടാണ്. വീടെപ്പോഴും സമാധാനമുള്ളതായിരിക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ വീടുമായി ബന്ധപ്പെട്ട കുറേ ആളുകൾ ദുആവസി ഉസ്താദെ വീടില്ല വീടില്ല വീടില്ല, വീട് പണി നടക്കുകയാണ്, പൂർത്തീകരണം ദ്വാരക്കണം എത്രയോ ആളുകൾ കമന്റ് ഇടുന്നുണ്ട്. ഉസ്താദ് പാതി വഴി വെച്ച് പണി നിന്നു വായിക്കാം, പൂർത്തിയാക്കാൻ പറ്റണില്ല, വിഷമിക്കണ്ട. ഉസ്താദ് വീട് വിൽക്കാൻ ഉദ്ദേശിക്കുക, പറ്റണില്ല. വീട് വാങ്ങാൻ നോക്കുന്നു, പറ്റണില്ല. ഈ 4 ഇസ്മുകൾ മുറുകെ പിടിക്കൻ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് മഹാരഥന്മാർ പണ്ഡിതന്മാർ നമ്മെ ഉണർത്തി തരികയാണ്. അള്ളാഹുവിന്റെ ഇസ്മുകളാണ്. അതിൽ ഉറപ്പായും ഫലമുണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷെ നമ്മുടെ കൽബിൽ യഖീൻ ഉണ്ടാകണം. അള്ളാഹ് അടുപ്പിച്ചു തരും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് 4 നമ്മൾ പതിവാക്കുക. അതോടൊപ്പം കൽബിൽ തട്ടി നമ്മൾ ദുആ ചെയ്യുക. നമ്മൾ ദ്വാരക്കണപ്പോഴും ദ്വാരക്കണോ? മുഅ്മിനിന്റെ പിടിവള്ളി, മുഅ്മിനിന്റെ ആയുധം അതെന്താ? സത്യവിശ്വാസിയുടെ ആയുധം എന്താണെന്നറിയോ? അത് ദുആയാണ്. ദുആക്കപ്പുറം ഒന്നുമില്ല. പടച്ചോനെ വീടില്ല, ഉമ്മ നിങ്ങൾ തഹജ്ജുദ് കഴിഞ്ഞ് ദുആരക്കിൻ, ഫർദ് നിസ്കാരം കഴിഞ്ഞ് ദുആരക്കിൻ, മഴ പെയ്യുമ്പോൾ നിങ്ങൾ ദുആരക്കിൻ. ഇതൊക്കെ ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളാണ്. ഇവിടെയൊക്കെ നിങ്ങൾ അല്ലാഹുവേ വീടിന് വേണ്ടി ഈ പറയുന്ന കാര്യങ്ങളോടൊപ്പം ദുആയും കൂടി അധികരിപ്പിക്കാൻ നിങ്ങൾക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സമാധാനമുള്ളൊരു ഭവനം നമുക്കെല്ലാവർക്കും നാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഉള്ള വീടുകളിൽ അല്ലാഹു സമാധാനം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വീടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അതൊക്കെ അല്ലാഹു മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ അറിവ് എല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാ കമന്റുകളും നമ്മൾ വായിക്കുന്നുണ്ട്. കമന്റ് ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹ് കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും ബദറുൻ തീരം ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.